ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോയമ്പിൻ്റെ 16-ാം ദിവസമായ ഇന്ന് നമുക്കേവർക്കും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒത്തുകൂടുവാൻ ദൈവം ഒരുക്കി തന്ന കൃപയോർത്ത് ആദ്യം തന്നെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 തീമോഥെയോസ് 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് തൻ്റെ ആത്മീയ രംഗത്തും ജീവിത രംഗത്തും താൻ ശുദ്ധിയെയും സത്യത്തെയും ന്യായത്തെയും നീതിയെയും എങ്ങനെ മുറുകെ പിടിച്ചു എന്നും താൻ തൻ്റെ ജീവിത രംഗങ്ങളിൽ ഇതൊക്കെ എപ്രകാരം ഉപയോഗിച്ചു എന്നും ഈ വേദഭാഗത്തിൽ വിശദമാക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അടിയൻ്റെ വാക്കുകളോടുകൂടി ഇരിക്കണമേ. വചനം പറയുവാൻ അടിയനെ സഹായിക്കണമേ. ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ശരിയായി ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സിനെയും കേൾവിശക്തിയെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും കൃപ നൽകണമേ. ആമീൻ. ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമതായി ദൈവഭക്തിയും ആത്മീയ സംതൃപ്തിയും. രണ്ടാമതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മനുഷ്യന് ധനത്തിനോടുള്ള മോഹം അഥവാ ധനമോഹം. മൂന്നാമതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവം വിളിച്ച പൗരുഷത്വം. ഒന്നാമതായി ദൈവഭക്തി, ആത്മീയ സംതൃപ്തി. പൗലോസ് പറയുന്നു, ദൈവഭക്തിയോടുകൂടെ സംതൃപ്തി വലിയ ലാഭമാണ്. ഇന്നത്തെ ലോകത്തെ ആളുകൾ അധികം സമ്പാദിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ നാം ലോകത്തേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകാനും കഴിയില്ല. അതിനാൽ ഭക്ഷണവും വസ്ത്രവും ഉണ്ടായാൽ അതിൽ സംതൃപ്തരാകണം. രണ്ടാമതായി ധനത്തിനുള്ള മോഹം. പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു, ധനം സ്നേഹിക്കുന്നത് എല്ലാ തിന്മകളുടെയും പേരാകുന്നു. സമ്പത്ത് സ്വായത്തമാക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ വിശ്വാസം ശൂന്യമായി മാറും. നാം സാമ്പത്തികമായി മുന്നേറണമെന്ന് ആഗ്രഹിക്കുക, പക്ഷെ അതിനായി നീതിയും വിശ്വാസവും ഉപേക്ഷിക്കരുത്. മൂന്നാമതായി ദൈവം വിളിച്ച പൗരുഷത്വം. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു, നീതിയുടെയും ദൈവഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും മനസ്സമാധാനത്തിൻ്റെയും പിന്നാലെ പായുക. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ പോരാട്ടമാണ്. അതിനാൽ നല്ല വിശ്വാസ യുദ്ധം പോരാടുക എന്ന് പറയുന്നു. അവർക്ക് വാഴുന്ന നിത്യജീവൻ ഉറപ്പാക്കാൻ ഉപദേശിക്കുന്നു. ഈ വചനങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് ദൈവഭക്തിയും സംതൃപ്തിയുമാണ് വലിയ സമ്പത്ത്. കൂടാതെ ധനലോഭം നമ്മെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകറ്റും. അതിനാൽ നാം നീതി, വിശ്വാസം, സ്നേഹം എന്നിവ പിന്തുടർന്ന് നല്ല വിശ്വാസ യുദ്ധം പോരാടണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.